ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഫ്രാൻസിസ് സേവ്യർ 3 തവണ കാലുകുത്തിയ മണ്ണ് എന്നതാണ്. 1600കളിൽ ജസ്യൂട്ട് വൈദികർ ഇവിടെ വന്ന് ദേവാലയവും സെമിനാരിയും പണിയുന്നതിന് മുമ്പേ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്നിരുന്നു. അത്തരത്തിൽ ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു. അന്ന് 1500കളിൽ ഫ്രാൻസിസ് സേവ്യറുടെ വന്ന് ജ്ഞാനസ്നാനം നൽകിയ ഒരു കിണർ, ആ കിണർ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് അത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് കണ്ടെത്തി. ആ കിണർ ഇപ്പം നിലവിലുള്ള ദേവാലയത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ താഴെ ആ ഒരു കിണറുണ്ട്. ആ കിണറിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കിണർ കണ്ടെത്തിയ രീതി എങ്ങനെയായിരുന്നു, ഈ ദേവാലയത്തിൽ ഈ കിണർ കണ്ടെത്തിയത് എന്നതെല്ലാം നമ്മളോടിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ കൈക്കാരൻ കൂടിയായ ആഷ്ലി ആ ചേട്ടൻ നമ്മളോട് പങ്കുവെക്കുകയാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം 1500കളിൽ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. ഫ്രാൻസിസ് സേവ്യർ ഇവിടെ നിന്ന് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ജ്ഞാനസ്നാനം നൽകിയിട്ടുണ്ട്. പിന്നീട് ടിപ്പുവിന്റെ കാലത്താണ് ഈ കിണറും ഈ ഒരു ദേവാലയവും എല്ലാം മൂടിപ്പോകുന്നത്. അതിന് മുകളിൽ മറ്റൊരു ദേവാലയം വന്നു അല്ലേ? ആ സമയത്തൊന്നും നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞു കേട്ടിരുന്നു. ഞങ്ങളുടെ കാരണവന്മാർ മുമ്പേ ഇവിടുത്തെ പ്രായമായവരെല്ലാം പറഞ്ഞ്, ഞങ്ങളുടെ വികാരിയച്ഛന്മാർ വരെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഇതും ഇവിടുത്തെ പഴയ ജസ്യൂട്ട് മിഷണറിമാരുടെ പല വസ്തുക്കളും അതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു പഴമൊഴി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ആ കിണർ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് നോക്കിയിരുന്നു. ഞങ്ങൾ പലപ്പോഴും പല ഇത് വെച്ചിട്ട് ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്കൂട്ടൽ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് അത് റിസ്ക് എടുക്കാൻ അന്നേരം ഒരു ചെറിയ ഭയമായിരുന്നു. കാരണം പള്ളിയുടെ അടുത്ത് എവിടെയായിരിക്കും കിണർ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അന്ന് ഇവിടെ വേറൊരു പള്ളി പണിതിട്ടുണ്ടായിരുന്നു. വേറൊരു പള്ളി ഇതിന്റെ ഈ കിണറിന്റെ തൊട്ട് കിഴക്കേ വശത്തായിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ ഉള്ളിലായിരുന്നു ഈ കിണർ വന്നിരുന്നത്. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും സെമിനാർ കണ്ടെത്തിയ സമയത്ത് കിണർ കണ്ടില്ലായിരുന്നു. കണ്ടില്ല. നിങ്ങൾ ആ സമയത്തൊക്കെ നോക്കിയായിരുന്നു ഒരുപാട്. അന്നേരം ഈ വരാപ്പുഴ അതിരൂപതയുടെ സമയത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. മുൻ തലമുറകൾ എൻ്റെ കാരണവന്മാരും മുൻ തലമുറയിൽപ്പെട്ടവരൊക്കെയാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അവരുടെ തലമുറയിൽ അവർ കേട്ട് വളർന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അന്നേരം ചെറിയ പള്ളിയായിരുന്നു. ആരും അതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഈ ദേവാലയം പണിയുന്ന സമയത്താണ്, നമ്മൾ പുനരുദ്ധീകരിക്കുന്ന സമയത്താണ് ഈ കിണറിൻ്റെ പഴയ കിണറെന്ന് തോന്നിപ്പിക്കുന്ന കല്ലിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെടുത്തതും. അതായത് പഴയ ദേവാലയം പൊളിച്ചു കളഞ്ഞ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഈ ഒരു പുതിയ ദേവാലയം പണി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു 1500കളിൽ അല്ലേ 500 വർഷം പഴക്കമുള്ള ഈ ഒരു കിണർ കണ്ടെത്തിയത്. അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഞാനുണ്ടായിരുന്നു. പള്ളി പണിയുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ വികാരി ജോസഫ് മാളിയേക്കലച്ചനും പിന്നെ അന്നത്തെ കൈക്കാരന്മാരും പാരിഷ് കൗൺസിലൊക്കെ ഞങ്ങളിത് കണ്ടിരുന്നു. നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ പഴയ കല്ലിൻ്റെ കഷ്ണങ്ങൾ, ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതിൽ കണ്ടിരുന്നു. പക്ഷേ അത് സംരക്ഷിക്കാൻ പറ്റിയ തക്ക രീതിയിലായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ കാരണം അത് അങ്ങനെ നിലനിർത്താൻ, കാരണം പള്ളി പണിത് പകുതി വഴി തറയൊക്കെ കെട്ടണതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കിണർ മാത്രമായിട്ട് സംരക്ഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമുക്ക് പള്ളി പണിതതിനൊപ്പം ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കിണർ നമുക്ക് കെട്ടി സംരക്ഷിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ ഈ പള്ളിയുടെ താഴെ തന്നെ ഇത്തരത്തിലൊരു അണ്ടർഗ്രൗണ്ട് രീതിയിൽ ചെയ്തു. ആ ഒരു കിണർ അതേപോലെ ഈ കിണർ ഇപ്പോഴും ഒരുപാട് പേര് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഒരുപാട് പേര് രോഗസൗഖ്യത്തിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കിണറിലെ വെള്ളം രോഗസൗഖ്യത്തിനായിട്ടും ഇപ്പോഴും മാമോദീസ മുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോഴും ആ ഫ്രാൻസിസ് സേവ്യറിന്റെ ആ ഓർമ്മ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് മാമോദീസ ഇപ്പോഴും എല്ലാ മാമോദീസ ഇവിടെ നടത്തുന്നത്. ഒരുപാട് പേര് ജലം വന്ന് കുടിക്കലുണ്ട്. ഒരുപാട് തീർത്ഥാടകർ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. കാരണം അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു ലത്തീൻ ക്രൈസ്തവരോട് ഇല്ല, അങ്ങനെയാണോ? അതല്ല, ലത്തീൻ ക്രൈസ്തവർ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ശേഷമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും പോർച്ചുഗീസ് മിഷണറിയുടെയും സ്വാധീനം കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവർ. അതിനു മുമ്പ് ഫ്രാൻസിസ് സേവ്യർ അന്ന് 1500കളിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത്. മാർത്തോമാ ക്രൈസ്തവർ ആണ് അവർ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ്. ഇവരുടെ ആചാരങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചില രേഖകളിൽ നമ്മൾ കാണാനായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്യൂട്ട് മിഷണറി തന്നെ ഒരു സ്ഥാപനം തന്നെ പ്രസ്സും സെമിനാരിയും എല്ലാം പിന്നീട്
അവർക്ക് ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വാധീനം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു സമ്പാളൂർ ദേവാലയം ഒരു ചാലക്കുടി പുഴയുടെ തീരത്താണ് അല്ലെ. അന്ന് ഫ്രാൻസിസ് സേവ്യർ വന്നത് കൊച്ചിയിൽ നിന്ന് പായ്ക്കപ്പൽ വഴി ഈ ഒരു പുഴയിലൂടെ കൊടുങ്ങല്ലൂർ വഴിയാണ് ഈ ഒരു സമ്പാളൂർ പള്ളിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ആ ചാലക്കുടി പുഴ ഒഴുകുന്നത്. അപ്പം അത്തരത്തിൽ അവിടെ നിന്നാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നത്. 3 പ്രാവശ്യം അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തി. ഈ ഒരു സമ്പാളൂർ നാടിനെ കുറിച്ച് വളരെ ഈ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാമോദിസ മുക്കുന്നത് ഇത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യം ലഭിച്ചൊരു കാര്യമാണ്. കാരണം ആദിമ ക്രൈസ്തവർക്ക് ഫ്രാൻസിസ് സേവ്യർ മാമോദിസ നൽകിയിരുന്ന അതേ കിണറിൽ നിന്ന് അതേ വെള്ളത്തിൽ നിന്ന് തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് ആദ്യമായി മാമോദിസ നൽകുന്നു എന്നുള്ളതും വളരെ മഹനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഒരു വേനലിലും ഈ ഒരു കിണർ വറ്റില്ല അല്ലേ. കഴിഞ്ഞ 9 വർഷമായിട്ടും ഇതുവരെ ഒരിക്കൽ പോലും വെള്ളം വറ്റിയിട്ടില്ല. രോഗസൗഖ്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ലഭിക്കുന്നു, ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നു കൂടെ ഒരാൾ അതിരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന ആളുടെ ആർക്കും പെങ്ങൾക്ക് മകൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവർക്ക് ആ കുട്ടിക്ക് പറ്റാനായിട്ട് ആ ചേട്ടന് വെള്ളം വന്ന് കൊണ്ടുപോയി അതിരപ്പള്ളി ഭാഗത്ത്. അപ്പോൾ അതാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും എന്താ പറയുക അനുഗ്രഹീതമായ ഒരു കിണർ. അത് ഈ ദേവാലയത്തിൻ്റെ കീഴിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്.